എൻ്റെ മനസ്സിൽ ഞാൻ അറിയാതെ ആലോചിച്ചു പോകുന്ന കൗതുകകരമായ ഒരു ചിന്തയുണ്ട്. അതൊരു ചോദ്യമായിട്ട് പലപ്പോഴും നിലനിൽക്കാറുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ ഹൃദയം. ആ ഹൃദയം കൊണ്ടാണ് നമ്മൾ ആൾക്കാരുമായിട്ട് പെരുമാറുമ്പോൾ നമ്മളുടെ ഒരു കാരുണ്യം, നമ്മുടെ ഒരു സ്നേഹം, നമ്മളുടെ ഒരു ആത്മബന്ധം അതൊക്കെ നിലനിർത്തുന്നതിന് ഹൃദയത്തിൻ്റെ ആ ഒരു പ്രസക്തി വാക്കുകൾക്ക് അതീതമാണ്. അതേസമയം ഏത് വ്യക്തിയോട് നമ്മൾ ഈ ഹൃദയബന്ധം പുലർത്തണം, കാരുണ്യം എവിടെ കാണിക്കണം, ആത്മബന്ധം എവിടെ കാണിക്കണം, അത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അതിന് നമ്മൾക്ക് കൃത്യമായ ഒരു ധാരണ തരാൻ നല്ല മസ്തിഷ്കം, അതായത് നല്ല ബുദ്ധി, നല്ല ധാരണ നമ്മൾക്ക് ആവശ്യം. അപ്പോൾ അതിന് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലെ പാളിച്ചകൾ നമ്മൾക്ക് ഉപകാരപ്പെടാറുണ്ട്. നമ്മളുടെ പരിചയം അതിന് മസ്തിഷ്കത്തിനെ കുറച്ചുകൂടി നന്നാക്കിയെടുക്കാറുണ്ട്, ബുദ്ധിയെ കുറച്ചുകൂടി നന്നാക്കിയെടുക്കാറുണ്ട്. എന്തായാലും വലിപ്പ ചെറുപ്പത്തിന് അതീതമായി മസ്തിഷ്കം, ഈ ബുദ്ധി, നമ്മളുടെ ഈ ചിന്താധാര എങ്ങനെയാണ് നമ്മളുടെ ഹൃദയത്തെ, എങ്ങനെയാണോ കാരുണ്യം അല്ലെങ്കിൽ ആത്മബന്ധം അല്ലെങ്കിൽ സ്നേഹം, ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹം, ഇതിനെയൊക്കെ എങ്ങനെയാണ്, അത് എവിടെ വേണം, എങ്ങനെ വേണം, ഏതളവിൽ വേണം, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അതിനെയൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുവരിക എന്നുള്ളത് വളരെ രസകരവും കൗതുകവുമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ജീവിത വിജയം ഉണ്ടായിട്ടുള്ള പലവർക്കും, എനിക്ക് തോന്നുന്നു പലവർക്കും നല്ല ഹൃദയമുണ്ട്, ജീവിത വിജയം ഉണ്ടാകാറില്ല പലപ്പോഴും. കാരണം ആ ഹൃദയം അത്രമാത്രം ലോലമായി പോകുന്നുണ്ട്. പലവർക്കും ജീവിതത്തിൽ നല്ല വിജയം ഉണ്ടാകാറുണ്ട്, അവർ വളരെ ബുദ്ധിശാലികളായിട്ടും കാണാറുണ്ട്. പക്ഷേ ഹൃദയത്തിന് അവർ പലപ്പോഴും മാനിക്കാറില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു വ്യക്തിത്വത്തിന് ഇത് രണ്ടും ചേർന്ന് വരണം. നമ്മളുടെ ബുദ്ധിക്ക് നല്ല ഹൃദയങ്ങളെ തിരിച്ചറിയാൻ പറ്റണം. നമ്മളുടെ മനസ്സുമായിട്ട് യോജിച്ചു പോകുന്ന ഹൃദയങ്ങളെ നമ്മൾക്ക് കണ്ടെത്താൻ പറ്റണം. അങ്ങനെ കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ ബുദ്ധിയെ അവിടെ നിർത്തിയാലും ബുദ്ധി ഇല്ലാതെ തന്നെ ഹൃദയത്തോട് സമ്പാദിക്കാവുന്നതാണ്. പക്ഷേ അത് ഏത് ഹൃദയം, എങ്ങനെയാണ്, അത് അച്ഛനുമായിട്ടുള്ള ബന്ധമാണോ, അമ്മയായിട്ടുള്ള ബന്ധമാണോ, അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ സ്നേഹിതരായിട്ടുള്ള ഏത് ആത്മബന്ധമാണെന്നുണ്ടെങ്കിൽ പോലും എവിടെയാണ് ശരി, ഏത് ആത്മാവാണ് നമ്മളുടെ ആത്മാവിന് യോജിച്ച് വരുന്നത്, അത് കണ്ടെത്തുക എന്നുള്ളത് നമ്മളുടെ ബുദ്ധിയുടെ ആ ഒരു ചിന്താധാരയെന്ന് അല്ലെങ്കിൽ മസ്തിഷ്കത്തിൽ നിന്ന് വരേണ്ടതാണ്. അപ്പോൾ എല്ലാം കൂടി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് നല്ല വ്യക്തികളെ കണ്ടെത്താൻ പറ്റുക എന്നുള്ളതിന് ബുദ്ധി ആവശ്യമാണ്. അതേസമയം ആ നല്ല വ്യക്തികളോട് നന്നായി പെരുമാറാൻ നല്ല ഹൃദയവും ആവശ്യമാണ്. എത്ര നന്നായിട്ട് ഏകോപിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റുക. ഈ നല്ല ബന്ധങ്ങളിലൂടെ നമ്മൾക്ക് നല്ല ജീവിത ഉയർച്ചയും പിന്നെ ഉണ്ടാകും. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വേണ്ടത്, പ്രത്യേകിച്ചിട്ട് ഈ കാലഘട്ടത്തിൽ വേണ്ടത് നല്ല ഹൃദയബന്ധങ്ങളാണ്. പക്ഷെ നല്ല ഹൃദയബന്ധങ്ങൾ നമ്മൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല ഹൃദയം മാത്രം പോരാ, നമ്മൾക്ക് നല്ല ഹൃദയത്തിനോടൊപ്പം നല്ല ബുദ്ധി, നല്ല മസ്തിഷ്കം, അതായത് നല്ല ബുദ്ധി, നല്ല ചിന്താധാര കൂടി വേണം. അപ്പോൾ നമ്മുടെ സംസ്കാരം, നമ്മൾ ഏത് രീതിയിലത് വന്നു, നമ്മൾ ഏത് രീതിയിലാണ് നമ്മളെ സ്വയം മാറ്റിയെടുത്തത്, ഏത് രീതിയിലാണോ നന്മകളെ നമ്മൾ മുന്നോട്ടേക്ക് നയിക്കുന്നത്, ഇതൊക്കെ കൂടിയിട്ട് നമ്മൾക്കുണ്ടാകുന്ന ഒരു നല്ല ഹൃദയം, അത് നമ്മുടെ ബുദ്ധിയുമായിട്ട് റിലേറ്റഡാണ്. നമ്മളുടെ ചിന്താധാര, നമ്മളുടെ കാൽപ്പനികത, അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെയുള്ള പല രീതികളുമായിട്ടത് ബന്ധപ്പെട്ടതാണ്. കാൽപ്പനികതയായിട്ടൊക്കെ വളരെയധികം ബന്ധപ്പെട്ടതാണ്. നമ്മളുടെ വായിച്ചിട്ടുള്ള അറിവ്, കണ്ടിട്ടുള്ള അറിവ്, കേട്ടറിവ്, പെരുമാറിയിട്ടുള്ള അറിവ്, ഇതൊക്കെ നമ്മുടെ ഓർമ്മകളായിട്ട് ഇങ്ങനെ വരുമ്പോൾ, ഈ ഓർമ്മയും ഈ ബുദ്ധിയും കൂടുമ്പോൾ നമ്മളുടെ ഹൃദയത്തിനെ വളരെ നന്നായിട്ട് നയിക്കാൻ അത് തന്നെ ധാരാളം മതിയാകും. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.